മലയാള സിനിമയുടെ ഒരു ഭാവിയെ ഇനി എങ്ങനെയായിരിക്കും? സജി ചെറിയാൻ ചോദിച്ച പോലെ ഞെട്ടിയോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും മലയാള സിനിമയിൽ ഇല്ല. തങ്ങൾക്ക് അങ്ങനെ അനുഭവങ്ങളൊന്നും നേരിട്ടില്ല. അത് ലൈംഗികാക്രമണം തന്നെയാണ് നമ്മൾ അതിനെ പേരെടുത്ത് വിളിക്കേണ്ടതെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. അതിജീവിതയായ നടിക്ക് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന നേരിടേണ്ടി വന്ന സൈബർ ആക്രമണം ഭീകരമാണ്. ഈ നീണ്ട നാളത്തെ നിയമ പോരാട്ടങ്ങൾക്കും ആശങ്കകൾക്കും ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മലയാള സിനിമയെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിലുടനീളമുള്ളത്. ഒട്ടും സ്ത്രീ സൗഹൃദപരമല്ലാത്തൊരു അന്തരീക്ഷമാണ് മലയാള സിനിമയുടെ സെറ്റുകളിലുള്ളതെന്ന് ഹേമ കമ്മിറ്റിയിൽ കൃത്യമായിട്ടൊരു പറയുന്നുണ്ട്. മലയാള സിനിമയുടെ ഒരു ഭാവിയെ ഇനി എങ്ങനെയായിരിക്കും ഈ ഒരു റിപ്പോർട്ട് ബാധിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങൾക്ക് ആരംഭിച്ചു കഴിഞ്ഞു. കാസ്റ്റിംഗ് കൗച്ച്, ലിംഗവിവേചനം തുടങ്ങിയ ലൈംഗിക ചൂഷണം തുടങ്ങിയിട്ടുള്ള ഗുരുതരമായ പരാമർശങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. എങ്ങനെയായിരിക്കും മലയാള സിനിമയിലെ ഭാവി? മലയാള സിനിമയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ട് എന്ത് സംഭവിക്കും എന്നുള്ളതിനുപരി 2017 നടി ആക്രമിക്കപ്പെട്ട കേസ് അല്ലെങ്കിൽ ആ വിഷയം തൊട്ടാണ് അടിസ്ഥാനപരമായി നമ്മൾ സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ആദ്യഘട്ടത്തിൽ പോലും ഉണ്ടാവുന്നത് ഈ വിഷയത്തിന് ശേഷമാണെന്നുള്ളത് നമ്മൾ ആദ്യം എടുത്തു കാണേണ്ട ഒന്നാണ്. അടിസ്ഥാനപരമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഈ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് തന്നെയാണ്. ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പല സമയത്ത് അതായത് സ്ത്രീകൾ അനുഭവിക്കുന്ന അത് ലൈംഗികപരമായിട്ടുള്ള ആക്രമണങ്ങൾ, അത് ലൈംഗികാക്രമണം തന്നെയാണ് നമ്മൾ അതിനെ പേരെടുത്ത് വിളിക്കേണ്ടതെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. കാരണം തൊഴിലിടത്തിൽ സ്ത്രീക്ക് നേരിടേണ്ടി വരുന്ന ചൂഷണങ്ങളെ ചെറുതാക്കി കാണാനേ പറ്റുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് ഇപ്പം ഞാനൊരു സ്ത്രീയാണ്, എനിക്കറിയാം. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുള്ളത് നമ്മളെല്ലാം തൊഴിലെടുക്കുന്ന സ്ത്രീകളാണ്, തൊഴിലിന് വേണ്ടിയിട്ട് പുറത്തു പോകുന്ന ആളുകളാണ്, തൊഴിലിടത്തിലേക്ക് പോകുന്ന ആളുകളാണ്. ഇങ്ങനെ പോകുന്ന ഘട്ടത്തിൽ നമ്മൾ നാളെ പോകുന്ന സ്ഥലത്ത് അച്ഛനെയും അമ്മേനെയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ജോലിക്ക് പോകേണ്ടി വരുന്ന ഒരു ഗതികേട്. സിനിമ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ഒരു തൊഴിൽ മേഖലയാണ്. അപ്പം അവിടെ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് ഈ പറയുന്ന രീതിയിൽ അവരുടെ അച്ഛനെയും അമ്മേനെയൊക്കെ കൂട്ടിയിട്ട് തൊഴിലിന് വരേണ്ടി വരുന്ന ഒരു ഗതികേടുണ്ടല്ലോ, അതൊട്ടും ഈ പറഞ്ഞ പോലെ സ്ത്രീ സൗഹൃദമല്ലാത്ത ഒരു 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 പ്ലാറ്റ്ഫോം ആണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പം ഈ തരത്തിലുള്ള മാറ്റങ്ങൾ, ഈ പറയുന്ന പോലെ ബാത്റൂം ഫെസിലിറ്റി, വസ്ത്രം മാറുന്നതിലുള്ള ഫെസിലിറ്റി, എങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ഓഫ് കോഴ്സ് അതിന് പുറമെ ഈ പറയുന്ന കമ്മിറ്റിയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. നിലവിൽ അവരുടെ പേരുവിവരങ്ങളോ ഇത് പറഞ്ഞ ആളുകളുടെ പേരുവിവരങ്ങളോ ഒന്നും തന്നെ ലഭ്യമല്ല. പക്ഷെ ഈ കാര്യങ്ങളിൽ ഇനി എന്താണ് ചർച്ച വരാൻ പോകുന്നത്, ഇവർക്കെതിരെ നടപടി എടുക്കുമോ എന്നുള്ള കാര്യങ്ങളിൽ കൂടി ഒരു വലിയ രീതിയിലുള്ള ഒരു നിയമ നടപടിയിലേക്കൊക്കെ ഇത് പോകുമെന്നുള്ളത് കൂടി ഒരു വലിയ ഡിസ്കഷൻ ആവും. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പരാമർശം എന്ന് പറയുന്നത് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞൊരു സംവിധാനം മലയാള സിനിമ ഇപ്പോഴും സജീവമായിട്ട് തന്നെ ഉണ്ടെന്ന് തന്നെയാണ്. മുൻപ് പലതവണ അത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നപ്പോഴെല്ലാം താരസംഘടനയുടെ നേതാക്കളടക്കം പറഞ്ഞത് അങ്ങനെയൊന്നും മലയാള സിനിമയിൽ ഇല്ല, തങ്ങൾക്ക് അങ്ങനെ അനുഭവങ്ങളൊന്നും നേരിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയിട്ടുള്ള നടിമാരിലും അല്ലെങ്കിൽ ചലച്ചിത്ര പ്രവർത്തകരിൽ നല്ലൊരു ശതമാനം പേരും ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന സംവിധാനം ഉണ്ടെന്ന് തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത്. അത് വെറുതെ പറയുകയല്ല, അവർക്ക് നേരിടേണ്ടി വന്ന മെസ്സേജുകൾ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടുകൾ, ചാറ്റ്, ഫോട്ടോസ് തുടങ്ങിയ വിവരങ്ങളെല്ലാം ചേർത്തുകൊണ്ട് തന്നെയാണ് അവരത് സാധൂകരിക്കുന്ന തെളിവുകളടക്കമാണ് ഈ ഒരു പരാമർശത്തെ അവർ മുന്നോട്ട് വെക്കുന്നത്. അതുമാത്രമല്ല, തൊഴിലിടങ്ങൾ അവർക്ക് ഒട്ടും തന്നെ സൗഹൃദപരമാകുന്ന അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുന്നില്ല. തങ്ങളെ എപ്പോഴും ഒരു രണ്ടാം തരത്തിലുള്ള ആളുകളായി മാത്രമാണ് സെറ്റുകളിൽ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ചർച്ച പോകുന്നുണ്ട്. ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് മെയിൻ സ്ട്രീം നടിമാർക്ക് വേണ്ടി മാത്രമാണോ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെ അവർക്ക് വേണ്ടി മാത്രമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സ്ത്രീകൾ, ഡാൻസേഴ്സ് തുടങ്ങിയ സിനിമയുടെ ഭാഗമായിട്ടുള്ള പല സ്ത്രീകൾക്കും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുള്ളതായിട്ട് റിപ്പോർട്ടിൽ പലപ്പോഴായിട്ട് പറയുന്നുണ്ട്. അവർക്ക് കൃത്യമായ ഭക്ഷണം കൊടുക്കുന്നതിൽ പോലും വിവേചനമുണ്ട്, കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം കൊടുക്കുന്ന ഗ്ലാസുകളിൽ പോലും വിവേചനമുണ്ടെന്നൊക്കെ മുൻപ് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ ഒരു ഒഫീഷ്യൽ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുന്നത് തന്നെയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർച്ചയായിട്ടുള്ള ഈ പരാമർശങ്ങളെല്ലാം തന്നെ. ഇതിന്റെ കൂടെ നമ്മൾ പറയേണ്ടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സിനിമ മേഖലയിൽ മാത്രമല്ല, സീരിയലുകളിലും ഇതേ പ്രശ്നമുണ്ട്. ഇപ്പം ആത്മസംഘടനയൊക്കെ ബന്ധപ്പെട്ടിട്ട് നിരവധി പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടുന്നുണ്ട് എന്നുള്ളതും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞത് ആത്മസംഘടനയിൽ ഒരു പ്രശ്നമില്ല എന്നാണ്, അല്ലെങ്കിൽ സീരിയലുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രശ്നങ്ങളും നിലവിലില്ല എന്നാണ് പറയുന്നത്. പൊതുവെ സിനിമ മേഖലയിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോഴും സീരിയൽ മേഖല കുറച്ചും കൂടി സേഫ് ആണെന്നുള്ള രീതിയിലുള്ള ഒരു ചിത്രം പുറത്ത് നമ്മൾ കാണാറുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, സീരിയലുകൾക്കകത്ത് പോലും അങ്ങനെയല്ല ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക, ഒരു നേർസാക്ഷ്യമാണ് ഇന്നലെ ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളിതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് WCCയുടെ ഇതിലുള്ള ഒരു പങ്കാണ്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടുന്നതുമായി ബന്ധപ്പെട്ടിട്ട്
ചർച്ചകളും അല്ലെങ്കിൽ ആവശ്യങ്ങളും ഉന്നയിക്കുന്നതിൽ ഏറ്റവും വലിയൊരു ഘടകം അത് WCC തന്നെയായിരുന്നു. ഇനി ഇപ്പം ഈ നമ്മൾ പല രീതിയിലുള്ള വിമർശനങ്ങൾ WCCക്കെതിരെ നിലവിൽ ഉയരുന്നുണ്ട്. അവരെന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിലവിൽ ഇനി ഇപ്പോഴെന്താണ്, അല്ലെങ്കിൽ നടി ആക്രമിക്കപ്പെട്ട ഒരു കേസോടുകൂടി അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു, അവർ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അവർ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഇവർക്കൊക്കെ എതിരെ ഉയരുന്ന സമയത്തും ഈ സിനിമാ മേഖലയിൽ ഒരു വലിയ മാറ്റത്തിന് കാരണമായേക്കാവുന്ന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലത്തെ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരുന്നതിൽ അത്ര ചെറുതല്ലാത്ത ഒരു പങ്ക് WCCക്കും അവകാശപ്പെടാവുന്നതാണ്, അല്ലെങ്കിൽ പെടേണ്ടതാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ ഈ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്തും നമ്മൾ ഇനി മുന്നോട്ട് കാണേണ്ടത് ഇതിലൊരു നിയമ നടപടി എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പം കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്ന പോലെ മാഫിയ ഗ്രൂപ്പും സിനിമയിൽ തന്നെ വലിയൊരു പവർ ഗ്രൂപ്പും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ, അതും ഈ റിപ്പോർട്ട് ഇത്രയും വർഷമെടുത്തു പുറത്തു വരാൻ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിൽ പോലും നമ്മൾ ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നിയമ നടപടിയിലേക്ക് പോകേണ്ടതെന്നുള്ളത് വലിയൊരു ചോദ്യമായിട്ടാണ് നിൽക്കുന്നതെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. കാരണം വലിയ വലിയ ആളുകളുടെ പേരുകളൊക്കെ സജി ചെറിയാൻ ചോദിച്ച പോലെ ഞെട്ടിയോ എന്ന് ചോദിച്ചാൽ ഞെട്ടും എന്ന് പറയാൻ പാകത്തിനുള്ള ആളുകളുടെ പേരുകളൊക്കെ ഇതിൽ ഉണ്ടാവാം എന്നുള്ള സൂചനകളൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇനി എന്ത് മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന ശുപാർശകൾ നടപ്പാക്കാൻ സാധിച്ചാൽ, അതായത് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള ആ ലെവലിൽ തന്നെ ഈ ശുപാർശകളെല്ലാം നടപ്പാക്കാൻ സാധിച്ചാൽ ഒരു പക്ഷേ മലയാള സിനിമയിൽ അതൊരു വലിയ മാറ്റത്തിനുള്ള തുടക്കമായിരിക്കും തന്നെ പറയേണ്ടി വരും. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ, അഡ്രസ്സ് ചെയ്യാനായിട്ട് ഇന്റേണൽ കമ്മിറ്റികൾ വേണമെന്നുള്ള ഒരു നിർദ്ദേശം WCCയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അത് മുന്നോട്ട് വെക്കുകയും അംഗീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അത് പ്രോപ്പറായിട്ട് ഒരു സിനിമാ സെറ്റുകളിലും നടന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ താരസംഘടനയായ AMMയ്ക്കടക്കം ഇന്റേണൽ കമ്മിറ്റി ഉണ്ട്. പക്ഷേ അതൊന്നും ഗുണകരമായില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള ഒരു അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ഈ റിപ്പോർട്ടിന് ഒരു നിയമ സാധ്യത ഇപ്പോൾ ഉണ്ട്. സ്വാഭാവികമായ നിയമ സാധ്യതയുണ്ട്, പേരുകളില്ലെങ്കിൽ പോലും. പക്ഷേ അത് ഒരു അന്വേഷണത്തിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറയുന്ന ഈ റിപ്പോർട്ടിൽ മൊഴി കൊടുത്തിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഭയം കൂടാതെ ഈ നിയമ നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു സാമൂഹിക അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാവണം എന്നൊരു വലിയ പ്രധാനപ്പെട്ട കാരണമാണ്. ഈ നടി ആക്രമിക്കപ്പെട്ട കേസിന് സംഭവത്തിന് ശേഷം അതിജീവിതയായ നടിക്ക് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന നേരിടേണ്ടി വന്ന സൈബർ ആക്രമണം ഭീകരമാണ്. ആ ഒരു അനുഭവമുള്ള സാഹചര്യത്തിൽ എത്ര പേർ ഈ നിയമ നടപടികളുമായി മുന്നോട്ട് വരുമെന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. നമ്മൾ നിയമവിദഗ്ധരുമായി സംസാരിച്ചപ്പോൾ ഈ പരാതി കൊടുക്കാൻ തയ്യാറുള്ളവർ മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ ഇതിന് പ്രോപ്പറായിട്ടൊരു അന്വേഷണം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതുതന്നെയാണ് എനിക്ക് തോന്നുന്നത്. DGPക്ക് ഇതിൻ്റെ റിപ്പോർട്ട് അയച്ചപ്പോഴും DGP തിരിച്ചയക്കാനുള്ള ഒരു കാരണം അതാണ്. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഒരു പരാതി ഓരോ ആളുകൾക്കെതിരെ എത്തിയാൽ മാത്രമേ ഇതിലൊരു പ്രോപ്പറായിട്ടുള്ള ഒരു അന്വേഷണ നടപടി ഉണ്ടാവുകയുള്ളൂ. പിന്നീടുള്ളൊരു കാര്യം, ഇതിൽ പലരും 14, 15, 16 വയസ്സിൽ പ്രായങ്ങളിലുള്ള നടിമാർ പോലും നായികമാരായിട്ട് വന്നിട്ടുണ്ട്. അവർക്കെതിരെയും ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക ചൂഷണം അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പോക്സോ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന കേസാണ്. അതുകൊണ്ട് അത് പ്രത്യേകം തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഇതിലുടനീളം ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം സംസ്ഥാന സർക്കാരിന് ഉണ്ടാക്കാൻ സാധിച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയിൽ കാതലായ ഒരു മാറ്റം തന്നെ ഉണ്ടാക്കുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായും. അതായത് ഇതിൽ ഇനി നടപടി എടുക്കേണ്ടത് സർക്കാരാണ്. സർക്കാർ ഇതിലൊരു ഡിസിഷൻ എടുക്കുന്നു, മുന്നോട്ട് പോയി. ഇത്രയും കാലം പൂഴ്ത്തി വെച്ച റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്ന സാഹചര്യത്തിലും സർക്കാർ ഇതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും സിനിമാ മേഖലയിൽ ഇനി ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നുകൂടി. പിന്നെ ഇതൊരു ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി മാറേണ്ടതല്ല, ഒരു വലിയ സിസ്റ്റം തന്നെ മാറ്റിയെടുക്കേണ്ട വലിയൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് എങ്ങനെ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ കുറെ കാലങ്ങളായിട്ട് സ്ത്രീ സൗഹൃദം, സ്ത്രീ സുരക്ഷിതത്വം എന്നൊക്കെ പറയുമ്പോഴും സിനിമയിൽ ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഇവിടുത്തെ പ്രമുഖ നടന്മാരും അല്ലെങ്കിൽ ഹോൾഡുള്ള ആളുകളൊക്കെ വീണ്ടും വീണ്ടും പറയുമ്പോഴും അങ്ങനെയൊന്നും അല്ല എന്ന് തെളിയിക്കുന്ന വളരെ കൃത്യമായ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സ്വാഭാവികമായും സർക്കാർ ഇതിലെടുക്കുന്ന ഒരു ഉറച്ച തീരുമാനത്തിനനുസരിച്ച് തന്നെയായിരിക്കും ഇതിൻ്റെ ബാക്കിയുള്ള മുന്നോട്ട് പോക്ക് എന്ന് നമുക്ക് പറയേണ്ടി വരും.